കുറച്ച് വെറൈറ്റി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. നെയ്യുടെ നല്ല രുചി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടൊമാറ്റോ ചട്നിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാ ചമ്മന്തിയുടെ കഴിക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ആ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ അടദോശ അല്ലെന്നുണ്ടെങ്കിൽ ആമിയാർ അടയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമസ്കാരം. ചില സ്ഥലങ്ങളിൽ നല്ല വെജിറ്റേറിയൻ രുചികൾ കിട്ടും. അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വെജിറ്റേറിയൻ രുചികൾ ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. കുറച്ച് വെറൈറ്റി വെജിറ്റേറിയൻ ഡിഷസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കാക്കനാടാണ് കേട്ടോ. വലിയൊരു സ്പോട്ടൊന്നുമല്ല, വലിയൊരു റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയാണ്. കാപ്പി കൊച്ചി എന്നാണ് പേര്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ദോശകളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഡ്ഡലി ഐറ്റംസ്, നമ്മുടെ തട്ട ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അതേപോലെ കർണാടകത്തൊക്കെ കിട്ടുന്ന ചൗ ബാത്ത്, കാര ബാത്ത്, ബിസബെല്ലെ ബാത്ത്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുളിയോഗരയാണ് വേണ്ടത്. നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പുളിയോഗര എന്ന് പറയുന്നത് ടാമറിൻ റൈസ് എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് വെറൈറ്റി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. നോക്കാം അല്ലേ. അതിൻ്റെ കൂടെ ഇതിൻ്റെ പേര് കാപ്പി കൊച്ചി എന്നാണ്. കാപ്പി കൊച്ചി എന്ന് പേരാകുമ്പോൾ നമുക്കൊരു കാപ്പിയും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. വാ നോക്കാം. നമ്മൾ കാപ്പി കൊച്ചിയുടെ അടുക്കളയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അന്നേരം ദോശകൾ പല ടൈപ്പ് ദോശകളാണ്. ഇപ്പം പരന്ന ദോശകളാണ്. ഇച്ചിരി മുമ്പേ വന്ന് കയറിയപ്പോഴത്തേന് സെറ്റ് ദോശയില്ലേ, സെറ്റ് ദോശ ഉണ്ടായിരുന്നു. തട്ടുകടയിൽ കിട്ടുന്ന സെറ്റ് ദോശകൾ അതും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് മൈസൂർ ബെണ്ണെ ദോശ ഉണ്ടായിരുന്നു, മൈസൂർ മസാല ദോശ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കർണാടക ശൈലിയിലുള്ള ദോശകളാണ്. പക്ഷേ ഇവിടെ ചീസൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആമിയാർ അട അത് നമുക്കൊരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ. അടയും അവിയലും അല്ല, അടദോശയും അവിയലും നമ്മൾ പലയിടത്തും കഴിച്ചിട്ടില്ലേ, അതുപോലെയാണ്. അപ്പോൾ എനിക്ക് അത് കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ആമിയാർ അടയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊന്നും കൂടാതെ ഇഡ്ഡലികൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. തട്ട ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. വടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസും ഉണ്ട്. പിന്നെ മധുരമുള്ള നമ്മുടെ കേസരി ബാത്ത് പോലുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. നമുക്കിനിയിപ്പം കാപ്പിയും കൂടെ നോക്കണം. അതേപോലെ തന്നെ ആമിയാർ അടയും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പോയാലോ, വാ. ഞാൻ പറഞ്ഞായിരുന്നു കുറേയേറെ വെറൈറ്റി ദോശകൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ മോസറല്ല ചീസ് ദോശ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മോസറല്ല ഇങ്ങനെ ചീകി അതിനകത്ത് ദോശ ആദ്യം പരത്തി, നമ്മുടെ നെയ്റോസ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ദോശ പരത്തി അങ്ങോട്ട് ഉണ്ടാക്കും. അതിനകത്തോട്ട് മോസറല്ല ചീസ് ചീകിയിടും. അതിൻ്റെ പുറത്തും മടക്കി കഴിഞ്ഞ് അതിൻ്റെ പുറത്തും മോസറല്ല ചീസ് ചീകിയിടും. അതൊരു വെറൈറ്റി ദോശയാണ്. അതിനകത്താണെങ്കിൽ നമുക്ക് സൈഡിൽ ചട്നികൾ 2 ടൈപ്പ്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ടൊമാറ്റോ ചമ്മന്തി ഉണ്ട്, അതേപോലെ തന്നെ സാമ്പാറും ഒക്കെ ആയിട്ടാണ് തരുന്നത്. ഞാൻ പറഞ്ഞത് അടദോശയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആമിയാർ അട എന്ന് പറയും. ആമിയാർ അട ഇച്ചിരി കട്ടിയുള്ളൊരു ദോശയാണ്. നമ്മൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടദോശയും അവിയലും ഫേമസ് ആണ്. അതിൻ്റെ ഒരു സിമിലർ വേർഷനാണ് ഇത്. അവിയലും ആയിട്ടല്ല നമ്മളിവിടെ കഴിക്കുന്നത്. ഇവിടെയും നമ്മൾ കഴിക്കുന്ന ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ടൊമാറ്റോ ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്. പിന്നെ സെറ്റ് ദോശയുടെ ഒരു കോംബോ ആണിത്. അതിനകത്ത് ടൊമാറ്റോ ദോശയുണ്ട്, ടൊമാറ്റോയും ഒനിയനും കൂടി മേളി വെച്ച് അതൊന്ന് പൊരിച്ചെടുക്കുന്ന ദോശയാണ്. അത് കഴിഞ്ഞിട്ട് ഒനിയൻ ദോശയുണ്ട്, അതേപോലെ തന്നെ പൊടി ദോശയുണ്ട്. ഇത് മൂന്നും കൂടെ കൂടുന്ന ഒരു സെറ്റ് ദോശയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ചൗ ബാത്ത് ശരിക്കും കർണാടകയിൽ പോയാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം മൈസൂർ പോയപ്പോഴത്തേനും നമ്മൾ ചൗ ബാത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കരാബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്മാ പോലെ ഇച്ചിരി എരിവുള്ള പ്രിപ്പറേഷൻ. കര എന്ന് പറയുന്നത് തന്നെ എരിവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കരാബാത്ത് ഉണ്ട്. അതുപോലെ തന്നെ മധുരമുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേസരി ബാത്താണ്. കേസരി ബാത്തും കരാബാത്തും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഏതായാലും നമ്മൾ അടദോശ അല്ലെന്നുണ്ടെങ്കിൽ ആമിയാർ അടയും നമുക്ക് തുടങ്ങാം. ആമിയാർ അട പതുക്കെ മുറിച്ചിട്ട് അത് നമുക്ക് ചട്നിയിലൊക്കെ ഒന്ന് മുക്കി വേണേൽ കഴിക്കാം. തേങ്ങാ ചമ്മന്തിയിൽ തന്നെ ആദ്യം ഞാൻ ഇത് കണ്ടോ, തേങ്ങാ ചമ്മന്തി ഉണ്ട്. തേങ്ങാ ചമ്മന്തിയിൽ മുക്കി ഇതാ
ആദ്യം പറയേണ്ട ആ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. നല്ല ചമ്മന്തി, നല്ല ആ ഇഷ്ടംപോലെ തേങ്ങാ പാല് നമുക്ക് നാവിൽ കിട്ടുന്ന ചമ്മന്തി. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. അടദോശ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ ചിങ്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ ചിങ്കു അയർലൻഡിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, എബിൻ ചേട്ടാ ഒന്ന് പോയി നോക്കണം, നല്ല രുചികളാണ് എന്നാണ് കേട്ടത്. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പോയി കഴിച്ചിരുന്നു, ഒന്ന് പോയി കഴിക്കണമെന്ന് പറഞ്ഞു. വേണ്ടേ, ടൊമാറ്റോ ചട്നിയുടെ കൂടെ നമുക്ക് ആമിയാറട കഴിച്ചു നോക്കാം. നെയ്യുടെ നല്ല രുചി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടൊമാറ്റോ ചട്നിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ആ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ അടദോശ അല്ലെന്നുണ്ടെങ്കിൽ ആമിയാറടയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പം നമുക്ക് സ്വല്പം സാമ്പാറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം ആമിയാറട. അപ്പം അട മുറിക്കുക, ആസ് യൂഷ്വൽ സാമ്പാറിൽ നന്നായിട്ടൊന്ന് മുക്കി. ഒത്തിരി കഷ്ണങ്ങളുള്ള സാമ്പാറല്ല കേട്ടോ, ചില നീണ്ടു കിടക്കുന്ന സാമ്പാർ അതിലിങ്ങനെ മുക്കി. വീണ്ടും എൻ്റെ താല്പര്യം ആ തേങ്ങച്ചമ്മന്തി തന്നെയാണ്. അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം ആമിയാറട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ് ദോശയിലേക്ക് പോവാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാപ്പിയും കൂടെ പറയാം. നല്ല ഫിൽറ്റർ കോഫി കിട്ടും, ആ കോഫിയും കൂടെ പറയാം. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കേസരി ബാത്ത് കഴിക്കാം. പക്ഷേ ഒരു മിനിറ്റ്, എനിക്കൊരു ഫിൽറ്റർ കോഫി തരുമോ? അപ്പോൾ കേസരി ബാത്ത് കഴിക്കാം. പക്ഷേ ഇപ്പോൾ കേസരി ബാത്ത് കഴിക്കാൻ പോയാൽ ഫിൽറ്റർ കോഫിയുടെ ആ മധുരം, അതിൻ്റെ ആ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ആദ്യം ഫിൽറ്റർ കോഫി വരട്ടെ, അത് കഴിഞ്ഞ് കേസരി ബാത്തിലോട്ട് പോകാം അല്ലേ. നമ്മളിനിയിപ്പോൾ സെറ്റ് ദോശ കോംബോ കഴിച്ചു തുടക്കാം. അന്നേരത്തെ തന്നെ കാപ്പി ഇങ്ങനെ വന്നോളും. അതിൽ ടൊമാറ്റോ ദോശയും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ടൊമാറ്റോ ദോശ നമുക്ക് സാമ്പാറിൽ മുക്കി കഴിച്ചു നോക്കാം അല്ലേ. സാമ്പാറും ടൊമാറ്റോ ദോശയും ആ സാമ്പാറിനകത്ത് കിടന്ന് ചെറിയ ചുവന്നുള്ളി എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ പിടിച്ചു. ലൈറ്റായിട്ടൊരു മധുരം ചുവന്നുള്ളിയുടെ ആയിരിക്കും ചിലപ്പം. ചുവന്നുള്ളിയുടെയാണ്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ദോശ അല്ലെന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോയുടെ ചെറുപുളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ചമ്മന്തി ഉണ്ട്, നമ്മുടെ തേങ്ങാ ചമ്മന്തി, അതിൽ മുക്കി പിടിക്കാം. കൊള്ളാം. ഇനിയിപ്പോൾ കാപ്പി ഒന്ന് കിട്ടുക. കാപ്പിയായോ? തന്ന് പതുക്കെ എടുക്കണം അല്ലേ. എടുത്തു. കാപ്പി ഗ്ലാസ്സിനകത്ത് നിറച്ചിരിക്കുകയായിരുന്നു. അതിനകത്തുനിന്ന് നമ്മുടെ ഈ താഴത്തെ ഈ ബൗളിനകത്ത് തീർത്തും തന്നെ നമുക്ക് കാണത്തില്ലായിരുന്നു. അതിങ്ങനെ പൊക്കി ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്യൂം ചെയ്ത് നിൽക്കുന്ന ഒരു പരുവത്തിലായിരുന്നു. അതിനകത്തും ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് ആറ്റണം. ഇനിയിപ്പോൾ പഞ്ചസാര ഒന്നും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടില്ലെന്നുണ്ട് ആയിക്കോട്ടെ. ചൂട് കൂടുതലൊന്നും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടൊന്ന് മാറിക്കോട്ടെ, അതെന്ത് വേണേലും ആവാം. ഓക്കെ, അപ്പം ചെറുതായിട്ടൊന്ന് ആറ്റിയതിന് ശേഷം നല്ല കടുപ്പാണ്. ഫിൽറ്റർ കോഫിയുടെ അതേ ഒരു പ്രത്യേക വീര്യമുണ്ടല്ലോ, ആ വീര്യത്തിൽ. ഇനിയിപ്പം നമ്മുടെ അനിയൻ ദോശയിൽ പിടിക്കാം. കോഫി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സിപ്പ് ചെയ്യാം. ആ കൂടെ തന്നെ അനിയൻ ദോശ ഒന്ന് മുറിച്ച് കഴിക്കാം. അനിയൻ ദോശ നമ്മുടെ ടൊമാറ്റോ ചട്നിയിലൊന്ന് മുക്കിയിട്ട് പതുക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ആ ദോശയുടെ പുറത്തിരുന്ന് മുരിഞ്ഞ സവോള, അതും ഇടയ്ക്ക് കറിവേപ്പില കിട്ടും, ഇടയ്ക്ക് പച്ചമുളക് കിട്ടും. അതിൻ്റെ ആ പ്രത്യേക ടേസ്റ്റ് തന്നിട്ട് കഴിക്കാം. അതേപോലെ തന്നെ പൊടിദോശയുണ്ട്, പൊടിയൊക്കെ ഇട്ടെടുത്ത പൊടിദോശ, അതും ഒന്ന് കഴിച്ചു നോക്കാം. ആ പൊടിയുടെ ടേസ്റ്റ് മസാലയാണ്. അപ്പോൾ ആ പൊടി ദോശയും തേങ്ങാ ചമ്മന്തിയിൽ മുക്കി ഒന്ന് കഴിക്കുകയാണ്. തേങ്ങാ ചമ്മന്തിയാണ് എനിക്ക് ഈ സൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ തേങ്ങാ ചമ്മന്തിയിൽ തന്നെ മുക്കിയും കഴിക്കാം. ടൊമാറ്റോ ദോശ, അനിയൻ ദോശ, പൊടി ദോശ, അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പൊടി ദോശയാണ്. ആ പൊടിയുടെ ചെറിയ മസാലയുടെ ആ ടേസ്റ്റും ആ ചെറിയ എരിവൊക്കെ ഉണ്ടല്ലോ, ആ എരിവൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതൊക്കെ കൂടെ കാപ്പി ഇടയ്ക്ക് കുടിക്കുക. ഇനിയിപ്പം നമ്മൾ കാരാബാത്ത്, കേസരി ബാത്ത് എന്ന് പറയുന്ന ചൗ ബാത്തിലേക്ക് പോകണം. നമ്മൾ ഇതുവരെ കുറച്ച് എരിവുള്ള സാധനങ്ങളല്ലേ കഴിച്ചത്. ദോശ തന്നെ പല വെറൈറ്റികൾ, അടദോശയാണെങ്കിലും അതെല്ലാം എരിവുള്ള ഐറ്റംസ് കൂട്ടി കഴിച്ചുകൊണ്ട് ആദ്യം കേസരി ബാത്ത് ഒരു സ്വല്പം രുചിച്ച് നോക്കാതെ, ഇച്ചിരി മധുരമുള്ളത് ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറി പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാരാബാത്തും കൂടെ കൂട്ടി കഴിക്കാം. കേസരി ബാത്തിനകത്താണെങ്കിലും കുറച്ച് കശുവണ്ടിയും അതുപോലെ കിസ്മിസും ഒക്കെ ചേർത്തിട്ടുണ്ട്.
കേസരി ബാത്ത് ഒരുമാതിരി നല്ല മധുരമുള്ളതാണ്. അപ്പം നമുക്കൊരു സ്വല്പം കരാബാത്തും കേസരി ബാത്തും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സ്വല്പം കരാബാത്ത് ഇങ്ങനെ എടുക്കുന്നു, ആ കൂടെ തന്നെ ഒരു സ്വല്പം കേസരി ബാത്ത് എടുക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരു സ്പൂണിലോട്ട് അങ്ങ് കയറ്റുന്നു. എന്നിട്ട് ഒന്നിച്ചിങ്ങനെ എടുത്തങ്ങ് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴേ നമ്മുടെ നാവിൽ ആ എരിവുള്ള ഭാഗവും അതേപോലെ തന്നെ മധുരമുള്ള എക്സ്ട്രീം മധുരം, ഇത് രണ്ടുമുള്ള കോൺട്രാസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സൈഡ്സ് കഴിക്കാം, അതില്ലാതെ ഇത് രണ്ടും കൂടെ മാത്രമായിട്ട് അങ്ങ് കഴിച്ചാലും മതി. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ കഴിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രുചികളാണ്, ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഞങ്ങളിവിടെ വന്നപ്പോഴേ തൊട്ടടുത്ത് മധുരൈ ജിഗർദണ്ഡയെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോയി മധുരൈ ജിഗർദണ്ഡയൊക്കെ കുടിച്ചങ്ങോട്ട് പോവാം. അപ്പം ഇവിടുത്തെ പരിപാടി ഇവിടെ നിർത്തി അടുത്ത ജിഗർദണ്ഡയിലേക്കാണ്. The chairs are on the table, the floor has been swept, it's closing time and I'm a little tired. താങ്ക് യു. നമ്മൾ അപ്പുറത്തുനിന്ന് തൊട്ടിപ്പുറത്ത് വന്ന് ജിഗർദണ്ഡ കഴിക്കുകയാണ്, മധുരൈ ജിഗർദണ്ഡ. മധുരയിൽ പോയി നമ്മൾ മധുരൈ ജിഗർദ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പ്രീമിയം ജിഗർദണ്ഡ ആണെങ്കിൽ 90 റുപ്പീസ്, സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ 80 രൂപ, നോർമൽ ജിഗർദണ്ഡ ആണെന്നുണ്ടെങ്കിൽ 70 രൂപ. 10 രൂപയുടെ ഡിഫറൻസിലാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ പ്രീമിയം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് താഴെ ബസന്തി എന്ന് പറയുന്നത് ഈ ക്രീമാണ്. ശരിക്കും പറഞ്ഞാൽ മിൽക്ക് ക്രീം കുറച്ചുകൂടെ ഒരു കോവയാവുന്ന സ്റ്റേജിന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേജാണ്. പിന്നെ ഐസ്ക്രീം ഉണ്ട് 70 രൂപയ്ക്ക്. ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് ഇതിനകത്ത് ഐസ്ക്രീം വരുന്നതാണ്, ഇതിനകത്ത് ബസന്തി വരുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പിസ്ത, ബദാം, കാഷ്യൂ നട്ട്സ്, ബദാം പിസിനാണ് ആദ്യം അവർ ചേർക്കുന്നത്. അതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ അതെല്ലാം ചേർത്താണ് വരുന്നത്. മേളിൽ ഐസ്ക്രീം കിടപ്പുണ്ട്. ആ ഐസ്ക്രീം എന്ന് പറയുന്നത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ആണെന്നാണ് പറഞ്ഞത്. അപ്പം മിൽക്ക് ഐസ്ക്രീം, മിൽക്ക് മാത്രം ചേർത്ത് സാധാരണ ഐസ്ക്രീം പോലെ അല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ ബദാം പിസിനും ഒക്കെ കൂടിയാണ് കിടക്കുന്നത്. അതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ച എക്സ്ട്രീം മധുരമാണ്, പക്ഷേ എക്സ്ട്രീം മധുരമില്ല. എന്നാൽ തണുപ്പാണ്, ചെറുതായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. മധുരയിൽ പോയി കഴിച്ചപ്പോൾ അവിടെ ഇച്ചിരി എക്സ്ട്രീം മധുരമായിട്ടുള്ള ഒരെണ്ണം കഴിച്ചു. അത് ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇത് അത്ര കുഴപ്പമില്ല, കഴിക്കാവുന്നതാണ്. ഇങ്ങനെ സ്പൂൺ വെച്ച് വേണമെങ്കിൽ കുരി കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം മധുരൈ ജിഗർദണ്ഡ നമ്മൾ മധുരയിൽ പോകാതെ കൊച്ചിയിൽ കാക്കനാട് ഇരുന്ന് കഴിച്ച്, അതേപോലെ തന്നെ മൈസൂർ ബെണ്ണെ ദോശ മൈസൂരിൽ പോകാതെ നമ്മുടെ കൊച്ചിയിൽ കാക്കനാട് ഇരുന്ന് കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ. ഞാൻ ജിഗർദണ്ഡ കഴിച്ച് തീർക്കട്ടെ. I'm out of the dark, I'm out of the cold.